സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സംവിധാനം കേരള സവാരി വീണ്ടും വരുന്നു. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ ടാക്സികൾക്കായി പ്രധാന യാത്രാ കേന്ദ്രങ്ങളിൽ പ്രീപെയ്ഡ് കൗണ്ടർ ഒരുക്കണമെന്ന് തദ്ദേശ വകുപ്പ് സെക്രട്ടറി നിർദ്ദേശിച്ചു. കേരള സവാരി എന്ന പേരിൽ ഓൺലൈൻ ടാക്സി സംവിധാനം സർക്കാർ 2022 തുടങ്ങിയിരുന്നു. തിരുവനന്തപുരത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കി. എന്നാൽ ആപ്പുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാർ കാരണം പരാജയപ്പെട്ടു. പോരായ്മകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് പുതിയ ഏജൻസിയെ തിരഞ്ഞെടുത്ത് പദ്ധതി നടപ്പാക്കുന്നത്. മൂവിംഗ് ടെക് എന്ന ഏജൻസിയുടെ നന്മയാത്രി എന്ന ആപ്പ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സ്വകാര്യ ഓൺലൈൻ ടാക്സി കമ്പനികളുടെ ചൂഷണം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇടപെടൽ. വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, KSRTC സ്റ്റാൻഡുകൾ, പ്രമുഖ ക്ഷേത്രങ്ങൾ തുടങ്ങിയിടങ്ങളിൽ ഇതിനാവശ്യമായ ക്രമീകരണം വേണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മൂവിംഗ് ടെക് ഏജൻസി തമിഴ്നാട്, കർണാടക, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഓൺലൈൻ ടാക്സി സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട്. കൊച്ചി നഗരത്തിൽ യാത്രി എന്ന പേരിൽ ഇവർ സർവീസ് നടത്തുന്നുമുണ്ട്. ഇവിടെ ദിവസം 300 മുതൽ 400 യാത്രകൾ ലഭിക്കുന്നുണ്ട്. പദ്ധതി നടത്തിപ്പിൽ സർക്കാരിന് ചെലവുണ്ടാവില്ല.